ഈ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് മാറാട് നിന്ന് പുറത്തു വരുന്നത്. കാരണം ഈ അയ്യപ്പ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ അവിടെ മാറാട് ഉള്ള ഒരു ഭജനമഠത്തിൽ തകർത്തിരിക്കുകയാണ്. അത് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ. ഈ മാറാടെന്ന് പറയുമ്പോൾ തന്നെ കേരളം പേടിക്കുന്ന ഒന്നാണ്. കോഴിക്കോടിന് സമീപമാണ്, കോഴിക്കോടാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്രദേശമാണ് മാറാട്. 2003 മെയ് 2-നാണ് മാറാട് കൂട്ടക്കൊല നടന്നത്. അത് 2002 ഒരു പുതുവത്സര ആഘോഷ പരിപാടിയിൽ നിന്ന് തുടങ്ങിയ ചില കശവിശയിൽ നിന്നാണ് 2003 മെയ് 2-ന് ഈ കൂട്ടക്കൊല നടന്നത്. അത് ഇപ്പോൾ 4 നൂറ്റാണ്ടാകാൻ പോവുകയാണ്. അപ്പം ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ഭജനമഠം, അയ്യപ്പ ഭജനമഠം ഒരു തീവ്രവാദിയാണ് എന്ന് പറയുന്ന ഒരാൾ, മുജാഹിദാണ് എന്നൊക്കെ അയാൾ വിളിച്ചു പറയുന്നു. അയാൾ എല്ലാം വന്ന് നശിപ്പിച്ചിട്ട് പോയി. അയ്യപ്പൻ്റെ ഒരു വിഗ്രഹമുണ്ടായിരുന്നു, അതെടുത്തെറിഞ്ഞു. ചിത്രങ്ങൾ, പിന്നെ ഭക്തരുടെ അവർ ഭജന നടത്തുന്ന ഇടമാണ്, അതൊക്കെ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തെ പോലീസ്, നാട്ടുകാരുടെ ഒക്കെ സഹായത്തോടുകൂടി പോലീസുകാർ പിടികൂടിയപ്പോഴാണ് ഞാൻ മുജാഹിദാണ്, തീവ്രവാദിയാണ് എന്നൊക്കെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഇയാളെ അദ്ദേഹം എത്ര തീവ്രവാദി ആയാലും അയ്യപ്പൻ നൽകുന്നൊരു സന്ദേശമുണ്ടല്ലോ, ശബരിമല നൽകുന്നൊരു സന്ദേശമുണ്ടല്ലോ, അതൊന്നും എന്തുകൊണ്ട് ഇത്തരക്കാർ ഉൾക്കൊള്ളുന്നില്ല? ഇതാണ് നമുക്ക് ഇതിനകത്തുണ്ടാകുന്ന ഒരു സംശയം. ഇനി മിക്കവാറും ഇയാളെ സമനില തെറ്റിയവൻ എന്ന് പറഞ്ഞ്, മാനസിക രോഗി എന്ന് പറഞ്ഞ് ചിത്രീകരിക്കും. ഇറാനിലെ സ്വഭാവം കാണിക്കും ഇവർ. ഇറാനിൽ അങ്ങനല്ലേ, ഈ തെരുവിൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ സ്ത്രീകൾ അടിവസ്ത്രമിട്ട് സമരം നടത്തിയപ്പോഴൊക്കെ അവരെ പിടികൂടിക്കൊണ്ടുപോയി. പിന്നെ അവരുടെ കാര്യം എന്താണെന്ന് അറിഞ്ഞില്ല, അവരൊക്കെ മാനസിക രോഗികളായിട്ട് ചിത്രീകരിക്കുകയാണ്. മറിച്ച് ഈ ഹിന്ദുക്കൾ ആരെങ്കിലും ഇവരുടെ ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ ഇതുപോലുള്ള കയ്യേറ്റം നടത്തിക്കഴിഞ്ഞാൽ അതൊന്നും സമനില തെറ്റിയവരായിരിക്കത്തില്ല, യഥാർത്ഥ ബുദ്ധിയുള്ളവൻ ചെയ്തതായിട്ട് തന്നെ വരുത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അതിന് മറുപടി പറയേണ്ട നരേന്ദ്രമോദിയും RSSലെ നേതാക്കന്മാരുമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ മതമൈത്രിയുടെ ഒരു വലിയ സന്ദേശം നൽകുന്ന നാടാണ് കേരളം. അതിൽ നമ്മളിപ്പോൾ ശബരിമലയും അതുപോലെ തന്നെ എരുമേലിയും എടുത്തു പറയേണ്ട കാര്യമാണ്. എരുമേലിയിൽ ഈ അയ്യപ്പ ക്ഷേത്രം ഇരിക്കുന്നതിന് നേരെ എതിർവശത്താണ്, എരുമേലി കൊച്ചമ്പലത്തിൻ്റെ നേരെ എതിർവശത്താണ് ഈ മുസ്ലിം ദേവാലയം. ഈ എരുമേലി കൊച്ചമ്പലത്തിൽ നിന്നാണ് പേട്ടതുള്ളൽ തുടങ്ങുന്നത്. 2 സംഘക്കാരും, രാവിലെ അമ്പലപ്പുഴ സംഘക്കാർ, ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട്ട് സംഘക്കാർ. ഈ അമ്പലപ്പുഴ സംഘക്കാർ പേട്ട തുള്ളിയിട്ട് നേരെ വന്ന് ഇവർ ഈ മസ്ജിദിൽ കയറുകയാണ്, മുസ്ലിം ദേവാലയത്തിൽ കയറുകയാണ്. അവിടെ കയറിയിട്ട് അവിടുത്തെ വാവരുടെ പ്രതിനിധിയുമായിട്ടാണ് ഈ അമ്പലപ്പുഴ സംഘം നീങ്ങുന്നത്. വാവരെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ കൂട്ടുകാരനാണ്, അങ്ങനെയാണ് ചരിത്രം പറഞ്ഞു വരുന്നത്. ഇതിനകത്ത് എതിരഭിപ്രായവും ധാരാളമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ അക്രമ പ്രവർത്തനങ്ങളൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ടവർ കാണിക്കുമ്പോൾ ഈ ഹൈന്ദവരെന്തെന്നറിയാമോ, ഇങ്ങനെയുള്ളവരെ അയ്യപ്പൻ്റെ മിത്രമായിട്ട് കൂട്ടത്തില്ല. അതുകൊണ്ട് ചിലർ ഇതിനെ എതിർക്കുന്നുണ്ട്. ഇത് ചരിത്രം ആരോ വളച്ചൊടിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ വാവർക്കായിട്ട് അവിടെ ഒരു സന്നിധാനത്തൊരു പ്രതിഷ്ഠ ഇല്ല, അങ്ങനെ ആണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ് അയ്യപ്പൻ്റെ അടുത്ത ഒരു കടൽ കൊള്ളക്കാരനായിരുന്നു വാവർ. അങ്ങനെ അയ്യപ്പൻ്റെ ഈ ശക്തി കണ്ട് അയ്യപ്പൻ്റെ മുന്നിൽ കീഴടങ്ങുകയായിരുന്നു വാവർ എന്ന് പറയുന്നുണ്ട്. അപ്പം അയ്യപ്പൻ ശാസ്താവിൽ വിലയം പ്രാപിച്ചു ശബരിമലയിൽ. അപ്പോൾ വാവർക്കും അവിടെ സന്നിധാനത്ത് തന്നെ 18-ാം പടി കയറുമ്പോൾ വലത് സൈഡിലായിട്ട് മാറി അവർക്കും അവിടെ ഒരു പ്രതിഷ്ഠ കൊടുത്തിട്ടുണ്ട്. ഈ ശബരിമലയിൽ അയ്യപ്പനെ വണങ്ങിയിട്ടിറങ്ങുന്നവർ അവിടെ പോയി വാവരെയും വണങ്ങും. അവിടെ നിന്ന് കുരുമുളകാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്, അതും കഴിക്കും.
2016 പിണറായി വിജയൻ ശബരിമലയിൽ പോയപ്പോൾ, ശബരിമലയിൽ കെട്ടുനിറച്ച് പോയെന്നല്ല, പിന്നെ ശബരിമല മണ്ഡലകാല കാര്യങ്ങൾ അവലോകനത്തിന് വേണ്ടി പോയ സമയത്ത് അവിടെ വാവരനടയിൽ എത്തിയിട്ട് കുരുമുളക് ചോദിക്കുന്നു, വീണ്ടും ചോദിക്കുകയും ഒക്കെ ചെയ്തത് വലിയ വാർത്തയായ കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സൗഹൃദം നിലനിർത്തുന്ന ഇടമാണ്. പക്ഷെ അവിടെ നിന്ന് മുകളിലോട്ട് കയറിയപ്പോൾ സ്വഭാവം മാറുന്നതും കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ അമ്പലപ്പുഴ സംഘക്കാർ ഈ എരുമേലിയിൽ ഈ പേട്ട തുള്ളിയിട്ടാണ് അവിടെ നിന്ന് ആ പള്ളിയിലും കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ വാവര് പള്ളിയിൽ ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരൊക്കെയാണ് ഈ അയ്യപ്പ ഭക്തരെ എതിരേൽക്കുന്നത്. അവർക്ക് വേണ്ട തരത്തിലുള്ള കുടിവെള്ളം നൽകുന്നു, അവർക്ക് എല്ലാ തരത്തിലുള്ള ഭക്ഷണം നൽകുന്നു, സഹായങ്ങളെല്ലാം നൽകുകയാണ്. പിന്നെ ഈ എരുമേലി കൊച്ചമ്പലത്തിൽ അയ്യപ്പനാണ്, അവിടെ നിന്ന് പേട്ടതുള്ളിയാണ് ഇവർ വലിയമ്പലത്തിലേക്ക് പോവുക. അവിടെ നിന്നാണ് പിന്നീട് അങ്ങ് ശബരിമലയിലേക്ക് എല്ലാവരും കൂടി നീങ്ങുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട്ട് സംഘക്കാരുടെ പേട്ടതുള്ളലാണ്. ആലങ്ങാട്ട് സംഘക്കാർ ഈ പള്ളിയിൽ കയറത്തില്ല, കാരണം അയ്യപ്പൻ്റെ പ്രതിനിധി രാവിലെ പേട്ടതുള്ളിയ അമ്പലപ്പുഴ സംഘക്കാരോടൊപ്പം അവർ പോയി, കൂട്ടുകാരനല്ല പോയി. അപ്പോൾ പിന്നെ അവിടെ കയറിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നേരെ ഇവർ അമ്പലപ്പുഴ വലിയ അമ്പലത്തിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊച്ചമ്പലത്തിലും എരുമേലിയിൽ അമ്പലത്തിൽ ഭക്തർ എത്രത്തോളം കാണിക്ക ഇടുന്നുണ്ടോ അത്രത്തോളം തന്നെ കാണിക്ക ഈ അയ്യപ്പൻ്റെ മിത്രമായ വാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം നോക്കണം, ഇതാണ് ആ ഒരു ബന്ധം. അങ്ങനെ ബന്ധം നിലനിൽക്കുന്ന ഒരു അയ്യപ്പ ഭജന മഠത്തിനകത്ത് കയറിയാണ് ഈ സാമൂഹ്യ വിരുദ്ധൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ആരോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ അയ്യപ്പ ഭജന മഠം നാട്ടിൽ പലയിടങ്ങളിലും ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് മിക്കവാറും തീർത്ഥാടന കാലത്ത് അത് വളരെ സജീവമാകും. അവിടെ നിന്നായിരിക്കും മാലയിടുന്ന വ്രതമെടുക്കുന്ന ഭക്തരൊക്കെ കെട്ടുനിറച്ച് പോവുകയും ചിലപ്പോൾ ഈ ഭജനമഠത്തിൽ തന്നെ പിന്നെ അന്തി ഉറങ്ങുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഈ പണ്ട് കാലങ്ങളിൽ ആണെങ്കിൽ ഈ മാലയിട്ട് കഴിഞ്ഞാൽ ഈ ഭജനമഠത്തിലും ഒക്കെ ആയിട്ടായിരിക്കും വീട്ടിൽ നിന്ന് മാറി നിൽക്കും. ഇപ്പോഴും വെളിയിലൊക്കെ അങ്ങനെയാണ്. ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഉള്ളവർ അവരെത്ര വലിയ ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാലും അവർ കറുത്ത വസ്ത്രം ധരിച്ച് കാലിൽ ചെരുപ്പൊന്നും വിടാതെ വീട്ടിൽ നിന്ന് മാറി നിൽക്കും. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം അവർ വാങ്ങി കൊടുത്തതിന് ശേഷം അവർ അവിടെ നിന്ന് മാറി നിൽക്കും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ കേരളത്തിൽ ഇങ്ങനെ ഭജനമഠമുണ്ട്. പിന്നെ അതുപോലെ മറ്റ് വിശേഷ അവസരങ്ങളൊക്കെ വരുമ്പോൾ ഭജനയും നടത്തുന്നുണ്ട്. അങ്ങനെ ഭജനമഠം പൊതുവെ ഇപ്പോൾ വളരെ സജീവമാണ്. ഈ സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ ഭജനമഠം ധാരാളം ഉണ്ട് ഇത്തരത്തിൽ. പിന്നെ കോഴിക്കോട് ഭാഗത്ത്, കോഴിക്കോടായാലും കണ്ണൂർ ഭാഗത്തായാലും വടകര, ഇങ്ങനെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ അവിടെയുള്ള അയ്യപ്പ ഭക്തർ വളരെ അടുത്ത ഭക്തർ തന്നെയാണ്. വളരെ കഠിനമായിട്ട് വ്രതമെടുക്കുന്നവരാണ്. 41 ദിവസവും വ്രതമെടുക്കും. വീട്ടിൽ നിന്ന് തന്നെ മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അവർക്ക് ശബരിമലയ്ക്ക് പോവുക എന്ന് പറയുന്നത് വലിയൊരു കഠിന വ്രതനിഷ്ഠയിൽ പോകുന്നവരാണ്. എന്നിട്ട് സന്നിധാനത്തെത്തി 10-16 മണിക്കൂറൊക്കെ ക്യൂ നിന്നാണ് അയ്യപ്പനെ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു. അതെ, അവർക്ക് അത്രയും ഭക്തരായിട്ടുള്ള ആ അത്തരത്തിലുള്ള അവരുടെ ഭജനമഠത്തിൽ കയറി ഈ തരത്തിലുള്ള ഒരു അറ്റാക്ക് നടത്തിയതിന് പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് ഈ സർക്കാരൊന്നും കണ്ണടച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് ഒരു വളരെ കർശനമായൊരു നടപടിയിലേക്ക് തന്നെ പോകേണ്ടതാണ്. ഈ പൊതുവെ മാറാടിനെ കാണുന്നത് ഒരു വല്ലാത്ത തരത്തിലാണ്. അതുകൊണ്ട് ഇവിടെ വച്ച് ഈ കനൽ കെട്ടുപോകണം. അല്ലെന്നുണ്ടെങ്കിൽ മാറാട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വളരെ സെൻസിറ്റീവാണ്, വളരെ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട ഒരിടം കൂടിയാണ്. അത് പിന്നെ വെടിമരുന്നും തീപ്പെട്ടിയോ അടുത്തടുത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് മാറാടെന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.